ലോസ് ആഞ്ചലസിൽ വിനാശകരമായ കാട്ടുതീ ആളിക്കത്തിച്ച സാന്താന വീണ്ടും ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഒരാഴ്ചയോളമായി അഗ്നിശമന സേനാംഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കവെയാണ് ശക്തമായ കാറ്റ് സ്ഫോടനാത്മക തീപിടുത്തത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചത്. ആയിരക്കണക്കിന് വീടുകൾ നശിപ്പിക്കുകയും 40,000 ഏക്കർ കത്തിനശിക്കുകയും ചെയ്ത തീ നിയന്ത്രണ വിധേയമാക്കാൻ ഒരാഴ്ചയോളമായി അഗ്നിശമന സേനാംഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന്ത അന എന്ന് വിശേഷിപ്പിക്കുന്ന ശക്തമായ വരണ്ട കാറ്റാണ് ലോസ് ഏഞ്ചലസിൽ വിനാശകരമായ കാട്ടുതീ ആളിക്കത്തിച്ചത്. ഇതിനോടകം 24 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 16 പേരെ കാണാനില്ലെന്നാണ് വിവരം. അപകടം തീർത്തും കടന്നുപോയിട്ടില്ലെന്നും വേഗതയിൽ പ്രതികരിക്കാൻ ഏജൻസി ഉപകരണങ്ങളെയും ഉദ്യോഗസ്ഥരെയും നഗരത്തിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ലോസ് ഏഞ്ചലസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. കാട്ടുതീ റിപ്പോർട്ട് ചെയ്ത് 7-ാം ദിനം പിന്നിടുമ്പോൾ 12,000 വീടുകൾ ചാമ്പലായെന്ന കണക്കുകളും പുറത്തുവരുന്നുണ്ട്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയുള്ള കാറ്റും പർവ്വത പ്രദേശങ്ങളിൽ 113 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് US നാഷണൽ വെതർ സർവീസിന്റെ റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ്. നിലവിൽ സാന്താനയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതിനാൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകും. കഴിഞ്ഞ 8 മാസമായി മഴ ലഭിച്ചിട്ടില്ലാത്ത മേഖലകളിലാണ് നിലവിൽ കാട്ടുതീ പടരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.